ഇതാണ് റാണി, വരുന്നതാണ് റാണി. അതിൽ നിന്ന് തന്നെ നമുക്ക് വെട്ടിയിടാൻ പാകത്തിലുള്ള ഒരു അടയും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം എല്ലാ ഫ്രെയിമുകളും അടുപ്പിച്ച് നമ്മളെടുത്ത അടയിൽ നിന്ന് തേനീച്ചകളെ ഇറക്കുന്ന ഒരു രീതിയാണ്. ആവശ്യമെങ്കിൽ ഈച്ചകളെ പോകണമെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കുടയണം എന്ന്. ഹണി ചേമ്പറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അടി കാലിയില്ലെങ്കിലും മുകളിലേക്ക് വെച്ചിരുന്ന ഒരു സൂപ്പറല്ല വെച്ച്, അതുകൊണ്ട് നല്ല രീതിയിൽ അത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റി അടയാണ്. അതാണ് ചെത്തി കാണിച്ചത്. അത്ര വലിയ ഈച്ചയൊന്നും ഇല്ലാത്തത് സൂപ്പർ ചേമ്പറിലേക്ക് നമുക്ക് വയ്ക്കാം. കട്ട് ചെയ്ത ആ ഫ്രെയിമിനകത്ത് കുറച്ച് തേന്റെ ഭാഗം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ആ കൂട്ടിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ കൂടുകളും പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു തേനീച്ച കോളനിക്ക് ഓരോ സമയത്തും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരേ സമയത്ത് നമ്മൾ പല കൂടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പല അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഓരോ കൂടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളിന്ന് ഫീൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യത്തെ കോളനിയില് മുകളിലേക്കൊന്നും അടകള് വളർന്നിട്ടില്ലായിരുന്നു. അതിനോടൊപ്പം തന്നെ 6 അട ഫുള്ളായി എന്നുള്ളതേ ഉള്ളൂ. ഈച്ചകളൊന്നും വലുതായിട്ട് ഇല്ലായിരുന്നു. ആ ഒരു കോളനി എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോയിലൂടെ കണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വളർന്ന കോളനി എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അട കടന്നു, കുറച്ചുകൂടെ മുകളിലേക്ക് തേനീച്ചകൾ കയറി അടകൾ പണിതു. അങ്ങനൊരു കോളനിയാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുകയും അതിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് പരിശോധിക്കുകയും അത് എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ തേനീച്ചക്കൂടിൻ്റെ അടപ്പ് സാവധാനം തുറക്കുക. തുറന്നപ്പോൾ തന്നെ മുകളിലേക്കൊക്കെ അടകൾ പണിതിരിക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെയുള്ളൊരു കൂട് തേനെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഒരു കൂടാണ്. അതിനെ നമ്മൾ പരിശീലിക്കുമ്പോൾ സാവധാനം അതിൻ്റെ ആ ഫ്രെയിമുകളൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി മുകളിലിരിക്കുന്ന പെട്ടി സാവധാനം താഴേക്ക് മാറ്റി അടച്ചു വയ്ക്കുക. തുടർന്ന് നമ്മുടെ ഓരോ അടകളും പരിശോധിക്കുന്ന ജോലിയാണ്. അങ്ങനെ ഓരോ അടകളും നമ്മൾ പരിശോധിക്കുകയാണ്. ആദ്യത്തെ അട പൊക്കിയപ്പോൾ തന്നെ അധികം ആണീച്ചകളുടെ സെല്ലുള്ള ഒരു അടയാണ് ഈ കാണുന്നത്. നമുക്ക് വേറെ കാലിയായിട്ടുള്ള അടകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെ ഓരോ അടകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഈ രണ്ടാമത്തെ അട വലിയ കുഴപ്പമില്ലാത്തൊരടയാണ്. വേലക്കാരികളുടെ മുട്ട മാത്രമുള്ളൊരു അടയാണ്. പ്രൊഫസർ എന്ന നിലയിൽ നമ്മൾ കൂട് പരിശോധിക്കുമ്പോൾ എക്സ്ട്രാ ഒരു പെട്ടി കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെട്ടിയുടെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിറഞ്ഞിരിക്കുന്ന കൂട്ടിൽ നിന്ന് 1-2 അടയെടുത്ത് നമ്മൾ കൊണ്ടുപോയ പുതിയ പെട്ടിയിലേക്ക് മാറ്റി വെക്കുകയും മറ്റേ കൂട്, നിലവിലുള്ള ആ കൂട് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്യാം. അങ്ങനെ 2 അട എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും 3-ാമത്തെ അടയും 4-ാമത്തെ അടയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായി. വെട്ടിയിടാൻ നേരത്തെ റാണിയെ കണ്ടുപിടിക്കേണ്ട ശ്രമകരമായിട്ടുള്ള ഒരു പണിയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ബൈ ചാൻസ് കണ്ടു കഴിഞ്ഞാലും നല്ലത്. അടകളിൽ നിന്നൊക്കെ തേനീച്ചകളെ മാറ്റുന്ന സമയത്ത് അത് പ്രയോജനകരമായിട്ട് മാറും. 4-ാമത്തെ അട എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ റാണിയെ കണ്ടു. ഇതാണ് റാണി, വരുന്നതാണ് റാണി. അങ്ങനെ നമ്മൾ ഓരോ അടകളും പരിശോധിച്ചപ്പോൾ നല്ല
എല്ലാം നല്ല അടകളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആദ്യം എടുത്ത അട മാത്രം ആണീച്ചകളുടെ മാത്രം സെല്ലുള്ള കൂടുതലായിട്ടുള്ള അട അത് നമ്മൾ കണ്ടു. അതിനകത്ത് വേറെ കാലി അടകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്തും അത്യാവശ്യം മുട്ടയും പുഴുവും കാണാനാണ് ചാൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ റാണിയാണ്. പുതിയ റാണി ആയതുകൊണ്ട് തന്നെ ആണീച്ചകളുടെ സെല്ല് വളരെ കുറവാണ്. സെറ്റ് വിരിയാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ആദ്യം എടുത്ത അടയിൽ ആണീച്ചകളുടെ സെല്ല് കൂടുതലായിട്ട് കണ്ടത്. അല്ലാതുള്ള അടകളിലൊന്നും ആണീച്ചകളുടെ സെല്ല് കണ്ടില്ല. ആറാമത്തെ അടയും കുഴപ്പമില്ലാത്ത ഒരു അടയാണ്. അങ്ങനെ നമ്മൾ ഓരോ അടകൾ നമ്മൾ പരിശോധിച്ചു. അതിനകത്ത് ഏറ്റവും മോശമായിട്ടുള്ളത് ആദ്യമായിട്ടുള്ള ആണീച്ചകൾ നിറഞ്ഞിരിക്കുന്ന ആ ഒരു അട മാത്രമേ ഉള്ളായിരുന്നു. നമുക്ക് മുകളിൽ നിന്ന് തന്നെ നമുക്ക് വെട്ടിയിടാൻ പാകത്തിലുള്ള ഒരു അടയും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം എല്ലാ ഫ്രെയിമുകളും അടുപ്പിച്ചടുപ്പിച്ചിടുകയാണ്. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറക്കി വെച്ച അടകളും മുകളിലേക്ക് എടുത്തു വെച്ച് സെറ്റാക്കി വെക്കുകയാണ്. അവസാനത്തെ ഭാഗത്ത് നമ്മൾ എടുത്ത അട ആണീച്ചകൾ ഇരുന്ന ആ അട നമ്മൾ കാലിയാക്കി ഇട്ട് കൊടുത്തു. കാലി ഫ്രെയിം ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ഒരു കൂട് അടിഭാഗം ചെക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഇനി നമ്മളെടുത്ത അടയിൽ നിന്ന് തേനീച്ചകളെ ഇറക്കുന്ന ഒരു രീതിയാണ്. ആവശ്യമെങ്കിൽ ഈച്ചകളെ കൊടുത്തു ഇറക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചിട്ടാണ്. കുടഞ്ഞു മാറ്റിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തേനീച്ചകളെ കുടയുമ്പം തേനീച്ച കൂട്ടിനുള്ളിലേക്ക് തന്നെ കുടയാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റാണിയെ കാണാത്ത കോളനിയിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം തേനീച്ച കോളനികൾ അടയെടുത്ത് കുടയാൻ വേണ്ടിയിട്ട്. നമ്മളെടുത്ത് കുടയുന്ന അടയിലും കാണാം റാണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കുടയണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ അടകളും പരിശോധിച്ച് വെട്ടിയിടാൻ പാകത്തിൽ 3 അടകൾ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ സൂപ്പർ ചേമ്പറിലേക്ക് കിട്ടിയ അടകളെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എക്സ്ട്രാ ഒരട മുകളിലൂടെ പണിഞ്ഞിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റി ലെവലായുള്ള ഭാഗം മാത്രം നമ്മൾ ഹണി ചേമ്പറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അടി കാലിയില്ലെങ്കിലും മുകളിലേക്ക് വെച്ചിരുന്ന ഒരു സൂപ്പർ അല്ല വെച്ചിരുന്നത്, ബ്രൂട്ട് ചേമ്പർ തന്നെയായിരുന്നു വെച്ചിരുന്നത്. പെട്ടിയുടെ കുറവുണ്ടായതുകൊണ്ടാണ് അത് ബ്രൂട്ട് ചേമ്പർ തന്നെ വെച്ചിട്ട് പോയത്. അപ്പം അതിൽ ഫ്രെയിമിനകത്ത് തന്നെ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ അത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റി. രണ്ടാമത്തേനകത്തും നമ്മൾ ഒരു ഫുള്ളായിട്ട് മുറിച്ച് വെച്ചു. നമ്മൾ ആദ്യം എടുത്ത അട ആണീച്ചകളുടെ സെല്ല് മാത്രമുള്ള അട, അതിൻ്റെ തല വെട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലുള്ള പുഴുക്കളല്ല. ഇതൊരു 3-4 ദിവസം കൂടി ഇരുന്ന് കഴിഞ്ഞാലേ അത് തല വെട്ടി മാറ്റി ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാൽപ്പുരുവത്തിൽ ഇരിക്കുന്ന ഒരു അടയാണ്. അതാണ് ചെത്തി കാണിച്ചത്. അത്ര വലിയ ഈച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 3 ഫ്രെയിം മാത്രം ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആണീച്ചകളുടെ സെല്ല് മാത്രമുള്ള ആ ഭാഗം മുറിച്ചെടുത്തിട്ട് ഒരു അടയിലോട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ 3 അടകൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് അത് സൂപ്പർ ചേമ്പറിലേക്ക് നമുക്ക് വയ്ക്കാം. കട്ട് ചെയ്ത ആ ഫ്രെയിമിനകത്ത് കുറച്ച് തേൻ്റെ ഭാഗം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ആ കൂട്ടിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടുന്ന് താഴോട്ട് പെട്ടെന്ന് പണിയാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള 3 ഫ്രെയിമും നമ്മൾ സൂപ്പർ ചേമ്പറിലോട്ട് വെച്ചിട്ട് കൂട് സെറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് ഒരു കൂട് എങ്ങനെ തേനെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. 3 അടകളിൽ നമ്മൾ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും 4ാമതൊരു കാലി ഫ്രെയിം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടപ്പിലൊക്കെ അത്യാവശ്യം ഈച്ചകളുണ്ട്. അങ്ങനെ നമ്മൾ ബ്രൂട്ട് ചേമ്പറിന്റെ മുകളിലേക്ക് വെച്ചെടുത്തിട്ട് അതിൻ്റെ അടപ്പടച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ കൂട് പരിശോധിക്കുന്ന സമയത്ത് വളരെ സാവധാനം കൂടുകൾ പരിശോധിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ കൈയുടെ ചലനങ്ങളും തേനീച്ചകളുടെ ചലനവും കൂടെ തമ്മിൽ ഒത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം കുത്തുകൊള്ളാതെ
നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു തേൻകാലം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.